കേരളത്തിലെ പ്രത്യേക ദുർബല ഗോത്ര വിഭാഗങ്ങളിൽപ്പെടുന്ന സമൂഹമാണ് കാടർ. തൃശ്ശൂർ ജില്ലയിലെ വാഴച്ചാൽ വനമേഖലകളിലും ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് ചുറ്റുവട്ടത്തിലും പാലക്കാട് പറമ്പിക്കുളത്തുമാണ് ഇവർ താമസിച്ചു വരുന്നത്. 2011 സെൻസസ് അനുസരിച്ച് കേവലം 2200 മാത്രമാണ് ഇവരുടെ ജനസംഖ്യ. ഒരു നാടോടി സമൂഹമായിരുന്ന ഈ കൂട്ടർ കോളനികളായി താമസിക്കാൻ ആരംഭിച്ചിട്ട് 4 തലമുറകളെ ആയിട്ടുള്ളൂ. വനത്തിൽ താമസിച്ചുകൊണ്ട് ഭക്ഷണവും ഉപജീവനമാർഗവും കണ്ടെത്തുക എന്നതാണ് ഇവരുടെ സ്വഭാവം. വനങ്ങളോട് ചേർന്നുള്ള പുഴകളിലെല്ലാം മീൻപിടുത്തവും അപൂർവം കന്നുകാലി വളർത്തലുമൊക്കെ ആയിട്ടാണ് ഇവരുടെ ജീവിതം. എന്നാൽ ഇന്ന് വരുമാനമുണ്ടാക്കാൻ വനമേഖലകളിൽ ഉദ്യോഗസ്ഥരെ സഹായിക്കുക, വനമേഖലയിൽ പഠനം നടത്താൻ വരുന്നവർക്ക് പിന്തുണ നൽകുക, വനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഉദ്യോഗസ്ഥർക്കും വിനോദയാത്രക്കാർക്കും തുണക്കാരായി പോവുക, ഇതൊക്കെയാണ് ഇവർ ചെയ്തു വരുന്നത്. വനവാസികളിലെ മറ്റു സമൂഹങ്ങളെപ്പോലെ തന്നെ സ്ത്രീ പുരുഷ തുല്യത ഇവരും പാലിക്കുന്നു. പക്ഷേ ഈ വിശ്വാസത്തിന് പുതിയ ലോകക്രമം മാറ്റം വരുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. കുടുംബത്തിലെ സാമ്പത്തിക വരുമാനത്തിൽ 2 വിഭാഗത്തിനും ഒരേ പങ്കാളിത്തമാണെങ്കിലും പലപ്പോഴും തൊഴിലവസരങ്ങൾ കൂടുതൽ പുരുഷനാണല്ലോ ഇക്കാലത്ത് ലഭിച്ചു വരുന്നത്. കാടുമായി അഭേദ്യ ബന്ധങ്ങൾ പുലർത്തിയിരുന്ന ഇവർക്ക് വസ്ത്രധാരണത്തിൻ്റെ ഔപചാരികതകൾ ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറിയതിനാൽ പുരുഷന്മാർ സ്ത്രീകൾക്ക് സാരി മുതലായ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുകയും അതൊരു തരത്തിലുള്ള മേധാവിത്വം പുരുഷന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുമുണ്ട്. ഇവരുടെ കുടുംബ ബന്ധങ്ങൾ വളരെ ശക്തമാണ്. അച്ഛൻ, അമ്മ, മരുമക്കൾ, അവരുടെ ബന്ധുക്കൾ, ഈ ബന്ധുത്വങ്ങളുടെ എല്ലാം ഊഷ്മളത നിലനിർത്താൻ ഇവർ എപ്പോഴും ശ്രമിക്കാറുണ്ട്. സാധാരണ മറ്റു വിഭാഗങ്ങൾക്കുള്ള പോലെ ഇവർക്ക് സ്വന്തമായി കോളനി തലവന്മാരോ മറ്റു കൂട്ടായ്മകളോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതിനുള്ള ശിക്ഷ വിധിക്കുന്നതിനുമെല്ലാം ഇന്നത്തെ സർക്കാരിൻ്റെ ജനാധിപത്യ ക്രമം അനുസരിച്ചുള്ള വ്യവസ്ഥകൾ മാത്രമേ ഉള്ളൂ. വിവാഹങ്ങൾക്ക് അധികം ചടങ്ങില്ലെങ്കിൽ ശവസംസ്കാര ചടങ്ങുകൾ കൂടുതലാണ്. ഒരാൾക്ക് തന്നെ 2 മരണാനന്തര ചടങ്ങുകളാണുള്ളത്. ആദ്യത്തേത് ശവം മറവ് ചെയ്യുന്നത്, രണ്ടാമത്തേത് ബന്ധുമിത്രാദികളെല്ലാം വിളിച്ചു വരുത്തി എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് നടത്തുന്ന ചടങ്ങ്. ഇവരുടെ വിശ്വാസമനുസരിച്ച് 2ാമത്തെ ചടങ്ങിന് ശേഷം മാത്രമേ മരിച്ച വ്യക്തിയുടെ ആത്മാവിന് പൂർവികരുമായി വിലയം പ്രാപിക്കാൻ കഴിയുള്ളൂ. മരിച്ച വ്യക്തിയുടെ ജീവിതകാലത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മതിന്മകൾ മരണാനന്തരം വിലയിരുത്തപ്പെടുമെന്നും അവർ കരുതുന്നു. ഇതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം കുറേയൊക്കെ സ്വച്ഛമാണ്. സമൂഹത്തിൻ്റെ മൊത്തമായ നിലനിൽപ്പിന് വേണ്ടി ചില വ്യവസ്ഥകൾ ഇവർക്കുണ്ട്. പ്രത്യേകിച്ച് വിവാഹമോചനം പോലത്തെ സംഭവങ്ങൾ ഗ്രാമത്തിലെ പൊതുസഭയാണ് തീരുമാനിക്കുന്നത്. അതിൽ ശിക്ഷകളും വിധിക്കാറുണ്ട്. വിവാഹബന്ധങ്ങൾ തെറ്റ് ചെയ്തവർക്ക് എതിർ കക്ഷിക്ക് ഉൽപ്പന്നങ്ങളായിട്ടാണ് കടം തീർക്കേണ്ടത്. ഈ തീരുമാനം ഏതെങ്കിലും ഒരു വ്യക്തി നിഷേധിക്കുകയാണെങ്കിൽ അയാളെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കി കാട്ടിലേക്ക് അയക്കുകയും ചെയ്യും. ഈ സമൂഹത്തിൽ ഇതുവരെ അന്യോന്യ അക്രമങ്ങൾ നടന്നതായോ പെടുന്നതായോ കേട്ടിട്ടില്ല. വിദ്യാഭ്യാസ കാര്യത്തിൽ ഇവർ ഇന്നും പിന്നാക്കം തന്നെയാണ്. സർക്കാർ ജോലികളിലൊക്കെ എത്തിയവരും കേവലം വിരലിലെണ്ണാവുന്നവർ മാത്രമാണ്. കല്ലിനെയും മരങ്ങളെയും ആരാധിക്കുന്ന ഇവർ ശബരിമല തീർത്ഥാടനത്തിനും പഴനി ദർശനത്തിനും ശ്രദ്ധ ചെലുത്താറുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷങ്ങളായി ഇവരുടെ ഈ കൂട്ടായ്മകളെ മുഴുവൻ തകർക്കുന്ന മതപരിവർത്തന ശ്രമങ്ങൾ ശക്തമാണ്. ചാലക്കുടി കേന്ദ്രീകരിച്ചും പൊള്ളാച്ചി കേന്ദ്രീകരിച്ചുമുള്ള സംഘടനകളാണ് ഇത് ചെയ്തു വരുന്നത്. വയനാട്ടിലും കാടർ വിളിക്കപ്പെടുന്ന വനവാസി വിഭാഗമുണ്ട്. വെള്ളമുണ്ട പഞ്ചായത്തിലെ മട്ടിലയം പ്രദേശത്താണ് ഇവർ കൂടുതലുള്ളത്. പക്ഷേ ഈ വിഭാഗം പ്രാക്തന ഗോത്രവർഗത്തിൽപ്പെടുകയില്ല. ഒരുപക്ഷെ ഈ പ്രദേശത്തെ ഇവരുടെ ജീവിത രീതിയും ഭക്ഷണക്രമങ്ങളും സ്വഭാവവിശേഷങ്ങളുമെല്ലാം മറ്റു കാടർ വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ടായിരിക്കും. കാടർ സമൂഹം ഇന്ന് നേരിടുന്ന മുഖ്യ പ്രശ്നം വിദ്യാഭ്യാസ നിലവാരം ഉയരാത്തതാണ്. ഇവർ ജീവിച്ചു വരുന്ന കോളനികൾക്ക് അടുത്ത് സ്കൂളുകളില്ലാത്ത സ്ഥിതിയാണുള്ളത്. പോഷകാഹാരക്കുറവ്, രക്തമില്ലായ്മ, ചൊറി ഇവയ്ക്ക് പുറമെ 2000-ന് ശേഷം ക്ഷയവും ഇവരിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആരോഗ്യപരിപാലനത്തിന് ഇവർക്കിപ്പോൾ ആശ്രയം ആയുർവേദ ഡിസ്പെൻസറി മാത്രമാണ്. വാമൊഴിയായ കാടർ ഭാഷയ്ക്ക് തമിഴുമായിട്ടാണ് കൂടുതൽ ബന്ധം. കാരണം കാടർ താമസിക്കുന്നത് തമിഴ്നാട് അതിർത്തി പ്രദേശത്താണ്.